നിങ്ങളെ മറ്റു മനുഷ്യരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് എന്താണ്? നമുക്ക് പെട്ടെന്ന് പറയാവുന്ന മറുപടി നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്നതായിരിക്കും. നമ്മൾ ഓരോരുത്തർക്കും, ഞാനായാലും നിങ്ങളായാലും ഒക്കെ, മറ്റുള്ളവരിൽ നിന്നും നമ്മളെ യുണീക്ക് ആക്കുന്ന കുറേ പ്രത്യേകതകളുണ്ട്. അതിനെ ചേർത്താണ് നമ്മൾ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വാക്ക് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണെങ്കിലും ശരിക്കും നമ്മുടെ വ്യക്തിത്വം എന്താണെന്ന് തീരുമാനിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളെ ചേർത്താണ് നമ്മൾ വ്യക്തിത്വം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് വിളിക്കുന്നത്? നമ്മളിന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ദ സയൻസ് ഓഫ് പേഴ്സണാലിറ്റി. മനുഷ്യർ പല സാഹചര്യങ്ങളിൽ പല രീതിയിൽ പെരുമാറാറുണ്ട്. ഒരേ സാഹചര്യത്തിൽ പല വ്യക്തികൾ പല പെരുമാറ്റമായിരിക്കും കാഴ്ചവെക്കുന്നത്. പൊതുവിൽ നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ്, ബിഹേവിയേഴ്സ്, ഇത് മൂന്നുമാണ് മനുഷ്യൻ്റെ ഒരു സാഹചര്യത്തോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നതെന്ന് പറയാറുണ്ട്. അതായത് തോട്ട്സ് എന്ന് പറയുന്നത് മനുഷ്യൻ എങ്ങനെയാണ് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചിന്താപരമായി അതിനെ സമീപിക്കുകയും ചെയ്യുന്നത്. ഫീലിങ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വൈകാരികമായി മനുഷ്യൻ പ്രതികരിക്കുന്നത്. മൂന്നാമത്തേതാണ് മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നത്, അതായത് ബിഹേവിയർ, ഈ പെരുമാറ്റം. അപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ ഈ പല സാഹചര്യങ്ങളോട് മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കുന്നു, ഒരു പ്രത്യേക വ്യക്തി എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിന് നമുക്ക് പല 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 വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് ദേഷ്യം വരുന്നത്, നമ്മൾ സങ്കടപ്പെടുന്നത്, നമ്മൾ വളരെ നിസ്സംഗതയോടുകൂടി സമീപിക്കുന്നത്, അങ്ങനെ പല രീതിയിൽ. അപ്പോൾ മനഃശാസ്ത്രജ്ഞർ മനുഷ്യൻ്റെ പേഴ്സണാലിറ്റിയുടെ അടിസ്ഥാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഈ രീതിയിലാണ് പ്രധാനമായിട്ടും. അതിനെ ലെക്സിക്കൽ ഹൈപ്പോത്തസിസ് എന്നാണ് പൊതുവെ വിളിക്കുന്നത്. അതായത് മനുഷ്യർ പല സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറുന്നു എന്നതിനെ വിവരിക്കുന്ന വാക്കുകൾ, അത് നൂറുകണക്കിന് വാക്കുകളുണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ. അതിൽ പല വാക്കുകളും ഒരേ തരം പെരുമാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ വാക്കുകളിൽ പൊതുവായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ച് ഈ വലിയ വാക്കുകളുടെ വലിയ ഗ്രൂപ്പിനെ ചുരുക്കി അവയിൽ പൊതുവായ വാക്കുകൾ കണ്ടെത്തി ഫാക്ടർ അനാലിസിസ് എന്ന റിസർച്ച് മെത്തഡോളജിയിൽ അതിനെ വിളിക്കും. അങ്ങനെ ഫാക്ടർ അനാലിസിസിലൂടെ ദശാബ്ദങ്ങളുടെ ഗവേഷണത്തിലൂടെ എത്തിച്ചേർന്നിട്ടുള്ള മനുഷ്യൻ്റെ പേഴ്സണാലിറ്റിയുടെ 5 ഗുണങ്ങൾ ഉണ്ട്. അതിനെ മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്നത് ദ ബിഗ് 5 മോഡൽ ഓഫ് പേഴ്സണാലിറ്റി എന്നാണ്. ഈ 5 ഗുണങ്ങളാണ് നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെ മറ്റൊരാളിൽ നിന്നോ മറ്റു മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. നമ്മളിന്ന് ഈ 5 വ്യക്തിത്വ ഗുണങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ 5 എണ്ണത്തിനെയും കൂടെ ചേർത്ത് പൊതുവിൽ ഓഷ്യൻ എന്ന് വിളിക്കാറുണ്ട്. OCEAN. ഈ ഓരോ വാക്കും ഓരോ വ്യക്തിത്വ ഗുണങ്ങളാണ്. അതാണ് ഈ ബിഗ് 5 എന്ന് വിളിക്കുന്ന ആ 5 ട്രേറ്റ്സ് ഓഫ് പേഴ്സണാലിറ്റി. നമുക്ക് അതിനെ ഓരോന്നായി പരിചയപ്പെടാം. ഓഷ്യനിലെ ആദ്യത്തെ അക്ഷരം O സൂചിപ്പിക്കുന്നത് ഓപ്പൺനെസ് എന്ന വാക്കാണ്. ഓപ്പൺനെസ് എന്ന് പറഞ്ഞാൽ തുറന്ന സമീപനം. എന്തിനോടുള്ള തുറന്ന സമീപനം എന്ന് വെച്ചാൽ ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസസ്, അനുഭവങ്ങളോട് തുറന്ന മനോഭാവം സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ 2 അറ്റങ്ങളുണ്ട്. ഇതിൻ്റെ ഹൈ എൻഡ് എന്ന് പറയുന്നത്, നല്ല ഓപ്പൺനെസ് ഉള്ള ആളുകൾ എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും പുതിയ പുതിയ അനുഭവങ്ങൾക്ക് സ്വീകരിക്കാൻ തയ്യാറായിരിക്കും. എന്നാൽ അതിൻ്റെ ലോ എൻഡ്, ഓപ്പൺനെസ് വളരെ കുറഞ്ഞ ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പിന്തുടർന്ന് വരുന്ന രീതി തന്നെ പിന്തുടർന്ന് പോകാനായിരിക്കും അവർക്ക് എപ്പോഴും താല്പര്യം. അവർക്ക് പുതിയ കാര്യങ്ങൾ എപ്പോഴും അവർ സംശയത്തോടെ ആയിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ അവർക്കത് സുഖകരമായിട്ട് തോന്നില്ല, അവർക്ക് അതിനകത്തൊരു ഡിസ്കംഫർട്ട് ഉണ്ടാവും. ഈ 2 എൻഡിൽ മനുഷ്യർ ഈ ഓപ്പൺനെസ് പല രീതിയിൽ, ഇതൊരു സ്പെക്ട്രമാണ്. ഹൈ ഓപ്പൺനെസ് മുതൽ ലോ ഓപ്പൺനെസ് വരെയുള്ള ഈ സ്പെക്ട്രത്തിനകത്ത് ഉള്ള ഒരു അടിസ്ഥാന വ്യക്തിത്വ ഗുണമാണ് ഓപ്പൺനെസ്. ഈ ഓപ്പൺനെസ് കൂടിയ ആളുകൾക്ക് എപ്പോഴും പുതിയ എക്സ്പീരിയൻസസ് എന്ന് പറയുമ്പോൾ അവർക്ക് പുതിയ സ്ഥലങ്ങൾ കാണാൻ താല്പര്യമുണ്ടാകും, പുതിയ തരം പാട്ടുകൾ കേൾക്കാൻ അവർക്ക് താല്പര്യമുണ്ടാകും, പുതിയ വാക്കുകൾ പഠിക്കാൻ അവർക്ക് താല്പര്യമുണ്ടാകും. അങ്ങനെ പല രീതിയിൽ അവർക്ക് പുതിയ കാര്യങ്ങൾ, പുതിയ ആശയങ്ങൾക്ക് അവരെപ്പോഴും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പൊതുവിൽ പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കും. കാരണം അവർ വളരെ റിസെപ്റ്റീവാണ്. അവർ പെട്ടെന്ന് ഈ കാര്യങ്ങളെ ഗ്രാസ്പ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയായിരിക്കും. ഈ കൗതുകം ലേശം കൂടുതല എന്ന് പറയുന്ന സിനിമാ ക്യാരക്ടർ ശരിക്കും സൂചിപ്പിക്കുന്നത് ഓപ്പൺനെസ്സിന് കൂടുതലുള്ള ഒരു ക്യാരക്ടറിനെയാണ്. അതായത് അവർക്കെപ്പോഴും ക്യൂരിയോസിറ്റി ഉണ്ടാകും പുതിയ കാര്യങ്ങൾ അറിയാൻ. എന്നാൽ കോൺഷ്യസ്നെസ് കുറഞ്ഞ ആൾക്കാരിലേക്ക് വരുമ്പോൾ അവർ പിന്തുടർന്ന് വരുന്ന രീതി തന്നെ അതേപടി തുടരാനായിരിക്കും അവർ താല്പര്യപ്പെടുന്നത്. അവർ ശരിയെന്ന് കരുതുന്ന കാര്യങ്ങളെ ശരിയെന്ന് തന്നെ കരുതി മറ്റൊന്നും അംഗീകരിക്കാതെ മുമ്പോട്ട് പോകാനുള്ള പ്രവണതയുണ്ട്. പൊതുവെ യാഥാസ്ഥിതികത എന്നൊക്കെ നമ്മൾ പറയുന്ന മാനസികാവസ്ഥ, അത് ശരിക്കും ഓപ്പൺനെസ് കുറവാണ് എന്നതിൻ്റെ ഒരു സൂചനയാണ്.
അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, പുതിയ വാക്കുകളും പുതിയ ആശയങ്ങളും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ പൊതുവിൽ അവരത്ര ക്രിയേറ്റീവ് ആയിരിക്കില്ല. നമ്മൾ പൊതുവെ ക്രിയേറ്റീവ് എന്ന് വിളിക്കുന്ന ആളുകളെല്ലാം ഈ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ആർട്ടിസ്റ്റിക് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും പുതുമ തേടുന്ന ഒരു മനോവിചാരമാണ്. അപ്പോൾ പൊതുവിൽ ഓപ്പൺനെസ് ഉള്ള ആൾക്കാരാണ് വളരെ ക്രിയേറ്റീവായിട്ടും ആർട്ടിസ്റ്റിക്കായിട്ടും ഒക്കെ പെരുമാറുന്നത്. അവരുടെ മനസ്സിൽ ഒരുപാട് പുതിയ ആശയങ്ങൾ വരും. കാരണം അവർ പുതിയ ആശയങ്ങളോട് തുറന്ന സമീപനം ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിലും പുതിയ ഇന്നോവേറ്റീവായിട്ടുള്ള ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഓപ്പൺനെസ്സിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം ഇതാണ്, നമ്മൾ പുതിയ എക്സ്പീരിയൻസസിന് എപ്പോഴും ഓപ്പൺ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഒരു സൈഡിൽ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, മറ്റേ എൻഡിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ താല്പര്യമുള്ള, അവരവരുടെ കംഫർട്ട് സോണിൽ ഒതുങ്ങാൻ താല്പര്യമുള്ള ആളുകൾ. അപ്പോൾ ആ ഓഷ്യൻ എന്ന് പറയുന്ന 5 പേഴ്സണാലിറ്റി ട്രേറ്റുകളിലെ ആദ്യത്തെ ഓപ്പൺനെസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തത് ഓ കഴിഞ്ഞ് വരുന്ന സി എന്ന് പറയുന്നത് കോൺസെൻഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു ട്രേറ്റാണ്. അത് സൂചിപ്പിക്കുന്നത് എപ്പോഴും ഈ ട്രേറ്റ് മനസ്സിലാക്കാൻ എളുപ്പം അതിൻ്റെ ലോ എൻഡും അതിൻ്റെ ഹൈ എൻഡും എങ്ങനെ ഇരിക്കും എന്ന് പറയലാണ്. കോൺസെൻഷ്യസ്നെസ്സിൻ്റെ ഏറ്റവും ഹൈ എൻഡ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസ്ഡ് ബിഹേവിയറാണ്. അതിൻ്റെ ലോ എൻഡ് എന്ന് പറയുന്നത് വളരെ കെയർലെസ് ആയിട്ട് അടുക്കും ചിട്ടയും ഇല്ലാത്ത ജീവിതം. അപ്പോൾ കൺസെൻഷ്യസ്നെസ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഒരു കൃത്യമായ സെൽഫ് ഡിസിപ്ലിൻ പാലിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ കൺസെൻഷ്യസ്നെസ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അതായത് പുറമേ നിന്ന് ആരും ഫോഴ്സ് ചെയ്യാതെ തന്നെ ഒരു പെരുമാറ്റത്തിലും അവരുടെ ജീവിത ശൈലിയിലും ഒക്കെ ഒരു ഓർഡർ സൂക്ഷിക്കുക, ഒരു കൃത്യമായ ഷെഡ്യൂള് സൂക്ഷിക്കുക, പ്രവൃത്തിയിലൊക്കെ ഒരു സ്ട്രക്ചർ കൊണ്ടുവരാൻ ശ്രമിക്കുക, ചുറ്റുമുള്ള കാര്യങ്ങളെ ആ സ്ട്രക്ചറിലേക്ക് അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരം പെരുമാറ്റങ്ങളെയാണ് പൊതുവിൽ നമ്മൾ ഈ കൺസെൻഷ്യസ്നെസ് കൂടുതലുള്ളവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതേസമയം കൺസെൻഷ്യസ് കുറഞ്ഞ ആളുകളുടെ പ്രത്യേകത എന്താണ്? അവർക്ക് പ്രത്യേകിച്ചൊരു ക്രമം ഉണ്ടാവില്ല, അവർക്ക് സ്ഥിരമായ ഒരു റുട്ടീൻ ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്തെങ്കിലും രീതിയിലുള്ള ക്രമം പാലിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അവരെ കൈകാര്യം ചെയ്യുന്നതിൽ ചില ബുദ്ധിമുട്ടുണ്ടാവും. ഉദാഹരണത്തിന് അവർ 10 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ അവർ 10 മണിക്ക് വരാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം 10 മണിക്ക് വരാം എന്ന് സമ്മതിക്കുന്നതിലൂടെ അവർ പ്രത്യേകിച്ച് യാതൊരു ഓർഡറിനോടും ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ സ്ലോപ്പി എന്നോ കെയർലെസ്നെസ് എന്നോ ഒക്കെ കാണിക്കുന്നത്. പൊതുവിൽ ഈ ഒരു ഇമ്പൾസീവ് ബിഹേവിയറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവാണ് നമ്മൾ കൺസെൻഷ്യസ്നെസ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് പെട്ടെന്ന് ഇപ്പോൾ ഞാനൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പാർട്ടിക്ക് പോകാനൊരു ഇൻവിറ്റേഷൻ വരുന്നു, അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ ഒരു സുഹൃത്ത് ഇൻവൈറ്റ് ചെയ്യുന്നു. അതൊരു ഇമ്പൾസീവ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് സിനിമ കാണാമെന്ന് പറയുന്ന ഒരു പ്ലഷറുള്ള കാര്യമാണ്, അതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൂടിയാണെങ്കിൽ പ്രത്യേകിച്ചും. പക്ഷേ എനിക്ക് മുമ്പിൽ ഒരു ടാസ്ക് ഉണ്ട് എന്നും ഞാനൊരു ഷെഡ്യൂളിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ബോധം അവിടെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ആ ഷെഡ്യൂളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെയ്യുന്നത് വളരെ കൺസെൻഷ്യസ്നായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് കാണിക്കുന്നത്. അപ്പോൾ കൺസെൻഷ്യസ്നെസ്സിൻ്റെ ഹൈ എൻഡിലുള്ള ആളുകൾ എപ്പോഴും ഈ ഒരു ചിട്ടയായ ജീവിതത്തിൻ്റെ ആൾക്കാരായിരിക്കും. അവർ കൂടുതൽ പ്രഡിക്റ്റബിൾ ആയിരിക്കും. അതായത് അവർ ഇപ്പോൾ അങ്ങനെ ഒരു ആളെ നമുക്കറിയാമെങ്കിൽ അയാൾ ഇപ്പോൾ എവിടെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പറയാൻ നമുക്ക് എളുപ്പമാണ്. കാരണം അയാളുടെ ഷെഡ്യൂൾ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ അയാൾ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഓഫീസിലായിരിക്കും, അല്ലെങ്കിൽ അയാൾ പാർക്കിലായിരിക്കും, അയാൾ ജോഗിങ്ങിന് പോയിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് പറയാൻ എളുപ്പമായിരിക്കും. അയാളുടെ വീട്ടിലെ കാര്യങ്ങൾ ഓർഗനൈസ്ഡ് ആയിരിക്കും, അയാളുടെ കയ്യിൽ നിന്ന് മിസ്സാകുന്നത് കുറവായിരിക്കും, അയാൾ പങ്ക്ച്വലായിരിക്കും, അയാൾ കൃത്യമായ സമയത്ത് വരുന്ന ആളായിരിക്കും. അതേസമയം കൺസെൻഷ്യസ്നെസ് കുറഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രഡിക്റ്റബിൾ ആയിരിക്കില്ല, അവർ വരുമെന്ന് പറഞ്ഞ സമയത്ത് വരില്ല, അവരുടെ ജീവിതത്തിൽ സാധനങ്ങൾ മിസ്സായി പോകുന്നത് വളരെ കോമൺ ആയിരിക്കും, അവരുടെ ഡെഡ് ലൈൻസ് മിസ്സായി പോകും, അവർ ട്രെയിൻ മിസ് ചെയ്യും. അങ്ങനെ പലതരത്തിലും അവരുടെ ഷെഡ്യൂളുകൾ എപ്പോഴും ബ്രോക്കൺ ആയിരിക്കും. അപ്പോൾ അതാണ് കൺസെൻഷ്യസ്നെസ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ 2 പറഞ്ഞു. മൂന്നാമത്തേത് OCE. ആ ഇ എന്ന് പറയുന്നത് എക്സ്ട്രാവേർഷൻ എന്ന വാക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊരു പക്ഷേ വളരെ പോപ്പുലറായി നമ്മുടെ ചുറ്റും നമ്മൾ കേൾക്കുന്നൊരു വാക്കാണ്. ഈ എക്സ്ട്രാവേർഷൻ എന്നതിനേക്കാൾ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡാണ് കൂടുതൽ കേൾക്കുന്നത്. അതാണ് ഇൻട്രോവേർഷൻ. അത് എക്സ്ട്രാവേർഷൻ ഇൻട്രോവേർഷൻ എന്ന് പറയുന്ന ഒരു ബൈനറി അല്ല. പലപ്പോഴും നമ്മൾ അങ്ങനെ സംസാരിക്കാറുണ്ട്. ഇതൊരു സ്പെക്ട്രമാണ്. എക്സ്ട്രാവേർഷൻ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ട്രേറ്റ് കൂടിയ ആളുകളാണ് ക്ലാസിക് എക്സ്ട്രോവേർട്സ്. എന്താണ് എക്സ്ട്രോവേർട്സിൻ്റെ പ്രത്യേകത? അവർക്ക് എപ്പോഴും പുറത്തു നിന്നും ആണ് അവരുടെ എനർജി റിസീവ് ചെയ്യുന്നത്. അതായത് അവരുടെ ആക്ടിവിറ്റിയിലുള്ള എനർജി എന്ന് പറയുന്നത്, സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് അവർക്ക് പുറത്തു നിന്ന് വരണം. അപ്പോൾ അവർ എപ്പോഴും ആളുകളടുത്ത് സംസാരിക്കുക, കോൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള പ്രവണത ഉണ്ടാകുക, ആൾക്കൂട്ടങ്ങളിലേക്ക് പോകാൻ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ സോഷ്യലൈസേഷൻ അവർക്ക് താല്പര്യമുള്ള കാര്യമാണ്. ഒരു ആൾക്കൂട്ടത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ആളുകളടുത്ത് സൗഹൃദം സ്ഥാപിക്കും, അവർ തന്നെ മുൻകൈ എടുത്ത് കോൺവെർസേഷൻസ് തുടങ്ങും. അവർക്ക് മറ്റുള്ളവരോട് കൂടുതൽ ഇടപഴകും തോറും അവർക്ക് കൂടുതൽ എനർജി കിട്ടിക്കൊണ്ടിരിക്കും. അവർ ഒരുപക്ഷെ ഒരു കൂട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരായിരിക്കും ആ കൂട്ടത്തെ ഡോമിനേറ്റ് ചെയ്യുകയോ ലീഡ് ചെയ്യുകയോ ചെയ്യുന്നത്. കാരണം അവർക്ക് അതിന് താല്പര്യമുണ്ട്. അപ്പോൾ അവർ കൂടുതൽ
ഡോമിനേറ്റിംഗ് ഫിഗറായിട്ട് പെട്ടെന്ന് എടുത്തു നിൽക്കും ആൾക്കൂട്ടത്തിൽ. ഇതിൻ്റെ മറ്റേ എൻഡിലുള്ള ആൾക്കാരാണ്? അത് ഇൻട്രോവേർട്സാണ്. അവരുടെ പ്രത്യേകത, അവരുടെ എനർജി അവർ കണ്ടെത്തുന്ന അവരുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അവർക്ക് വെളിയിൽ നിന്നുള്ള സ്റ്റിമുലേഷൻ്റെ ആവശ്യം ഇല്ല. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടത്തിലേക്ക് പോയി സോഷ്യലൈസ് ചെയ്യുന്നതിലൂടെ ഊർജ്ജം ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ ആക്റ്റീവ് ആയിരിക്കേണ്ട ഒരു ആവശ്യം അവർക്കില്ല. അവർക്ക് അവരുടേതായ ഒരു ഇന്നർ വേൾഡ് ഉണ്ടാവും. അവരതിനകത്ത് തന്നെ ബിസി ആയിരിക്കും. അവർ മറ്റുള്ളവരോട് ഇടപെടില്ലെങ്കിൽ പോലും അവർ ആക്റ്റീവായിരിക്കും. അവർ കൂടുതൽ സെൽഫ് കണ്ടെയ്ൻഡ് ആയിരിക്കും. ഇത്തരക്കാരെ കുറിച്ച് പൊതുവിലുള്ള ചില തെറ്റിദ്ധാരണ ഉണ്ട്. അവർ ഷൈ ആണ്, നാണം കുണികളാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അവർ ഡിപ്രസ്ഡ് ആണെന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. ഇൻട്രോവേർഷന് ഈ ഷൈനെസ്സുമായിട്ടോ ഡിപ്രഷനുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അവരാരുമായിട്ട് സംസാരിക്കുന്നില്ല എന്നുണ്ടോ, അവർ ഒറ്റയ്ക്ക് വളരെ കണ്ടെയ്ൻഡ് ആയിട്ട് ഇരിക്കുന്നു എന്നതുകൊണ്ടോ അവർ ഡിപ്രസ്ഡ് ആണെന്ന് അർത്ഥമില്ല. അവർക്ക് മറ്റുള്ളവരോട് ഇടപെടാൻ നാണമാണ് എന്നും അർത്ഥമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രീതി അതാണ്. അതുപോലെ മറ്റൊരു തെറ്റിദ്ധാരണയുള്ളത് അവർ സോഷ്യലല്ല, അവർക്ക് മറ്റുള്ളവരുടെ സംസാരിക്കുന്നതിലൊന്നും അവർക്കൊരു താല്പര്യം ഉണ്ടാവില്ല എന്നുള്ള തെറ്റിദ്ധാരണയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരതിൽ നിന്നും ഊർജ്ജം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അവർക്ക് അവരുടേതായ ഒരു ലിമിറ്റഡ് സർക്കിളായിരിക്കും ഉണ്ടാവുക. അവരുടെ ക്ലോസ് ഫ്രണ്ട്സിനടുത്ത് അവർ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടാവും. അവർ വളരെ ഡീപ്പായിട്ടുള്ള കോൺവെർസേഷനിൽ അവരുമായിട്ട് ഇടപെടുന്നുണ്ടാവും. അവരുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള രഹസ്യങ്ങൾ മറ്റുള്ളവർ അവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടാവും. അവർ വളരെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ആളായിട്ട് മറ്റുള്ളവർ കരുതുന്നുണ്ടാവും. അങ്ങനെ ഒരു സർക്കിൾ അവർക്കുണ്ടാവും. പക്ഷേ അവരങ്ങനെ എല്ലാവരുമായിട്ടും അങ്ങനെ ഒരു കോൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ ആൻറ്റി സോഷ്യലാണെന്നോ ഫ്രണ്ട്ലി അല്ല എന്നോ അതിനർത്ഥമില്ല. അപ്പോൾ എക്സ്ട്രാവേർഷൻ കൂടിയ ആളുകൾ പൊതുവെ ഔട്ട് ഗോയിങ് ആയിട്ടോ എനർജറ്റിക് ആയിട്ടോ കാണപ്പെടുമ്പോൾ, എക്സ്ട്രാവേർഷൻ്റെ മറ്റേ അറ്റത്ത് കിടക്കുന്ന ഇൻട്രോവേർട്ടുകൾ പൊതുവിൽ സോളിറ്ററി ആയിട്ടോ റിസർവ്ഡ് ആയിട്ടോ ഒക്കെ ആയിരിക്കും കാണപ്പെടുന്നത്. ഇതിന് ഇടയിൽ ചില സമയങ്ങളിൽ ആളുകൾ റിസർവ്ഡ് ആയിട്ടിരിക്കാൻ താല്പര്യപ്പെടുകയും ചില സമയങ്ങളിൽ വളരെ എനർജറ്റിക് ആയിട്ട് ആളുകൾ ഇടപെടുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. പൊതുവിൽ അവരെ ആംബിവേർട്ടുകളെന്ന് വിളിക്കും. അത് ഈ ഇൻട്രോവേർഷൻ്റെയും എക്സ്ട്രാവേർഷൻ്റെയും നടുക്ക് കിടക്കുന്ന ഒരു ഭാവമാണ് നമുക്ക് പറയാം. ഇതൊരു സ്പെക്ട്രമാണ് എന്ന് ആവർത്തിക്കുന്നു. പെർഫെക്റ്റ് എക്സ്ട്രാവേർട്ടുകളോ പെർഫെക്റ്റ് ഇൻട്രോവേർട്ടുകളോ ആയിരിക്കണം എന്ന നിർബന്ധമില്ല. ആളുകളുടെ പെരുമാറ്റ രീതി, ഈ പേഴ്സണാലിറ്റിയിലെ എക്സ്ട്രാവേർഷൻ എന്ന് പറയുന്ന ഈ ഒരു ട്രെയ്റ്റ്, അത് ഇതിനിടയ്ക്ക് എവിടെ വേണമെങ്കിലും ആവാം. ഇനി അടുത്ത പേഴ്സണാലിറ്റി ട്രെയ്റ്റ് എന്ന് പറയുന്നത് ഓഷ്യനിലെ എ. അതിനെ നമ്മൾ എഗ്രിയബിൾനെസ് എന്നാണ് വിളിക്കുന്നത്. എഗ്രിയബിൾനെസ് കൂടിയ ആളുകൾക്ക് പൊതുവെ മറ്റുള്ളവരോട് പെട്ടെന്ന് ഫ്രണ്ട്ലി ആകാനും കമ്പാഷനറ്റ് ആവാനും സാധിക്കും. കുറഞ്ഞ ആളുകൾ എപ്പോഴും ക്രിട്ടിക്കലായിരിക്കും, ജഡ്ജ്മെൻ്റലായിരിക്കും. എഗ്രിയബിൾനെസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ പൊതുവിൽ ഒരു ജനറൽ ഹാർമണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ എഗ്രിയബിൾനെസ് കൂടിയ ആൾക്കാർ. അവർ മറ്റുള്ളവർക്ക് അവരുടെ താല്പര്യങ്ങളുണ്ട് എന്നും അതുമായി യോജിച്ചു പോകേണ്ടതാണ് എപ്പോഴും നല്ലത് എന്നും കരുതുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് മറ്റുള്ളവരോട് ഒരു എമ്പതി ഉണ്ടാവും. മറ്റുള്ളവരുടെ വികാരങ്ങളോടോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോടോ അവർക്ക് കൂടുതൽ സഹിഷ്ണുത ഉണ്ടായിരിക്കും. അതിനെ കൂടി അക്കോമഡേറ്റ് ചെയ്ത് പോകാനായിരിക്കും അവർക്ക് താല്പര്യം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും കൂടുതൽ ഫ്രണ്ട്സിനെ ഉണ്ടാക്കും. അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ ഡിപ്പെൻഡബിൾ ആയിരിക്കും. കാരണം അവർക്ക് അവരുടേതല്ലാത്ത അഭിപ്രായങ്ങളുള്ള ആളുകളുടെ അടുത്ത് യോജിക്കാനോ അവരോട് ഒത്തുപോകാനോ അവർക്ക് പ്രത്യേകിച്ച് ഒരു മടിയുമില്ല. അവരെല്ലാത്തരം വ്യത്യസ്ത അഭിപ്രായങ്ങളെയും അക്കോമഡേറ്റ് ചെയ്യാൻ താല്പര്യവും ഇഷ്ടവും ഉള്ള ആൾക്കാരായിരിക്കും. എഗ്രിയബിൾനെസ് കുറഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവർ പൊതുവിൽ മറ്റുള്ളവരോട് സഹകരിക്കാൻ കൂട്ടാക്കില്ല. അവർക്ക് മറ്റുള്ളവരോട് അത്ര അനുകമ്പയോടുകൂടി പെരുമാറാൻ കഴിയണമെന്നില്ല. അവരെപ്പോഴും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നവരായിരിക്കും, ജഡ്ജ്മെൻ്റലായിരിക്കും, അവർ ക്രിട്ടിക്കലായിരിക്കും. അവർ ശരിയെന്ന് കരുതുന്ന കാര്യങ്ങൾ അല്ല വേറൊരാൾ ശരിയെന്ന് കരുതുന്നെങ്കിൽ അവരുമായിട്ട് സഹകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പൊതുവിൽ ഈ എഗ്രിയബിൾനെസ് വളരെ കുറഞ്ഞ ആൾക്കാരെ നമ്മൾ ഈ അമ്പിനും വില്ലിനും എടുക്കാത്തവർ എന്നൊക്കെയുള്ള പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഒരു ടീം വർക്കിൽ കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവരാരുമായിട്ട് യോജിക്കത്തില്ല. അവരെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ ടീമിൻ്റെ ഹാർമണി അത് ബാധിക്കുന്നുണ്ട്. പലപ്പോഴും അവരെ മറ്റുള്ളവർ ഒഴിവാക്കാൻ പിന്നെ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ എഗ്രിയബിൾനെസ്സിൻ്റെ മറ്റേ എണ്ണിൽ കിടക്കുന്ന ആൾക്കാർ എപ്പോഴും ആ ടീം വർക്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് മറ്റുള്ളവരോട് യോജിച്ച് പോകുന്നതിന് തടസ്സമില്ലാത്തതുകൊണ്ട് മറ്റുള്ളവർ അവരെയും പെട്ടെന്ന് അക്കോമഡേറ്റ് ചെയ്യും. എഗ്രിയബിൾനെസ് കൂടിയ ആൾക്കാർക്ക് പൊതുവിൽ മനുഷ്യൻ്റെ സഹജമായിട്ട് സ്വഭാവത്തെക്കുറിച്ച് ഒരു ഒപ്റ്റിമിസ്റ്റിക് കാഴ്ചപ്പാടായിരിക്കും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവരെയും വിശ്വസിക്കും. മറ്റുള്ളവർ ചെയ്യുന്ന മനുഷ്യൻ നല്ലതും ചീത്തയും ചേർന്നാണെന്നൊക്കെയുള്ള രീതിയിൽ അവരതിനെ ഒരു ഫ്ലൂയിഡായിട്ടായിരിക്കും മറ്റു മനുഷ്യരെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആളുകളെ അവർ പെട്ടെന്ന് അങ്ങനെ ജഡ്ജ് ചെയ്യില്ല. അവരാളുകളെ കൂടുതൽ വിശ്വസിക്കും. അവർ മറ്റുള്ളവരെ വിശ്വസിക്കാൻ തയ്യാറാണെന്നുള്ളതുകൊണ്ട് തന്നെ അവരെ മറ്റുള്ളവർക്കും വിശ്വസിക്കാൻ എളുപ്പമാണ്. കാരണം അവർ നമ്മളെ വിശ്വസിക്കും, അപ്പോൾ നമുക്കും അവരെ വിശ്വസിക്കാം. അപ്പോൾ ആ രീതിയിൽ ആണ് പലപ്പോഴും ഇവർ ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അവർ കൂടുതൽ കമ്പാഷനേറ്റ് ആയിരിക്കും. അവർ കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരായിരിക്കും. മറ്റേ വശം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അവർ പൊതുവെ എല്ലാവരും സംശയത്തോടെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അവരാരെയും വിശ്വസിക്കാത്തതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും അവരെ അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അതാണ് ഈ എഗ്രിയബിൾനെസ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ പ്രധാനപ്പെട്ട വശമായിട്ട് എഗ്രിയബിൾനെസ് മാറുന്നു. ഇനി ഒരെണ്ണം ഉള്ളത് ന്യൂറോട്ടിസിസം എന്നറിയപ്പെടുന്ന ആ ഓഷ്യനിലെ അവസാനത്തെ എന്ന് പറയുന്നത് ന്യൂറോട്ടിസിസമാണ്.
ന്യൂറോട്ടിസം സൂചിപ്പിക്കുന്നത് ഒരാൾ ഈ നെഗറ്റീവ് ഇമോഷൻസിനോട് പെട്ടെന്ന് വശംവദമാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ദേഷ്യം, ഉത്കണ്ഠ, ഡിപ്രഷൻ പോലുള്ള വിഷാദം, ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇമോഷൻസ് എത്ര പെട്ടെന്ന് ഒരാളെ ബാധിക്കുമോ അയാൾക്ക് അത്രത്തോളം ന്യൂറോട്ടിസിസം ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ന്യൂറോട്ടിസിസം കൂടിയ ആളുകൾ പെട്ടെന്ന് ഈസിലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. എന്നാൽ ന്യൂറോട്ടിസം കുറഞ്ഞ ആൾക്കാർ കൂടുതൽ റെസിലിയൻ്റ് ആയിരിക്കും, അവർ കൂടുതൽ കോൺഫിഡൻ്റ് ആയിരിക്കും. ഇതാണ് ആ ന്യൂറോട്ടിസിസത്തിൻ്റെ രണ്ട് എക്സ്ട്രീം എന്ന് പറയുന്നത്. ന്യൂറോട്ടിസം കൂടിയ ആളുകൾ എപ്പോഴും ഈ മറ്റ് കാര്യങ്ങളെ കാണുന്നത് ഒരു ഭയത്തോടു കൂടിയായിരിക്കും. അതായത് അവരെ ഈ പുറത്തുനിന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ അവരെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യും. അത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവരങ്ങ് ഡിസ്റ്റർബ്ഡ് ആകും. ചിലപ്പോൾ അവർ കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലേക്കൊക്കെ അവരങ്ങ് ന്യൂറോട്ടിക്കായിട്ട് പെരുമാറും. ഇതതിൻ്റെ എക്സ്ട്രീമാണ്. മറ്റേ എൻഡിലുള്ള ആൾക്കാർ അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വലിയ സെറ്റ് ബാക്കുകൾ, എന്തെങ്കിലും വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും അവർക്ക് വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടാവും. പക്ഷേ അവർ പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവർ ചെയ്യും. അവരെ അത് ഒരുപാട് നേരം ഡിസ്റ്റർബ് ചെയ്യില്ല. മറ്റേ ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് നെർവസ് ആവും. ഇപ്പോൾ നമ്മൾ പൊതുവിൽ ഈ ആങ്സൈറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന മാനസിക പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത് ഈ ന്യൂറോട്ടിസിസം കൂടിയ ആളുകളാണ്. ന്യൂറോട്ടിസം കൂടിയ ആളുകൾ എപ്പോഴും നെർവസ് ആയിരിക്കും. അവർ കോൺസ്റ്റൻറ്റ് വറിയേഴ്സ് ആയിരിക്കും. അതായത് അവർക്ക് ഈ ആധി ഉണ്ടാവും, വരാൻ പോകുന്ന കാര്യങ്ങൾ അപകടകരമായിരിക്കുമോ, എനിക്ക് ദോഷം ചെയ്യുമോ, ഭീഷണിയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് അവർ പലപ്പോഴും ആധി കയറ്റാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും അവരുടെ ഒരു പ്രവണത. അപ്പോൾ ഈ ന്യൂറോട്ടിസം ഉള്ള ആളുകളുടെ പൊതുവിൽ ലൈഫിൻ്റെ ക്വാളിറ്റി, ന്യൂറോട്ടിസം കൂടിയ ആളുകളുടെ ലൈഫിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കുമെന്ന് പഠനങ്ങളുണ്ട്. കാരണം അവർക്ക് ഈ പറഞ്ഞതുപോലെ പലപ്പോഴും ജീവിതത്തെ അങ്ങോട്ട് ആസ്വദിക്കാൻ കഴിയാത്ത വിധം ഈ ടെൻഷനും ഉത്കണ്ഠയും ഒക്കെ അവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അതേസമയം ന്യൂറോട്ടിസം കുറഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ സ്റ്റേബിളാണ്, അവരുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി കൂടുതലാണ്, അവരെ പെട്ടെന്നൊന്നും ഡിസ്റ്റർബ് ചെയ്യത്തില്ല. വളരെ പ്രഷറുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നാലും അവരത് ഹാൻഡിൽ ചെയ്യും, അവർക്ക് ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ന്യൂറോട്ടിസം കൂടിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും പ്രഷർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഫങ്ഷനിങ് അല്ലാതാവും. അവർ നമ്മളീ പറഞ്ഞതുപോലെ ഇതികർത്തവ്യത മൂഢരായി പോവുക എന്നൊക്കെ പറയില്ലേ, അതായത് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തവർ സ്റ്റക്കായി പോകും. അത് ഈ ന്യൂറോട്ടിസം കൂടിയ ആൾക്കാർക്കാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 5 പേഴ്സണാലിറ്റി ട്രേറ്റുകൾ, ഓപ്പൺനെസ്, കൺസെൻഷ്യസ്നെസ്, എക്സ്ട്രാവേർഷൻ, എഗ്രിയബിൾനെസ്, ന്യൂറോട്ടിസിസം, ഇത് 5 എണ്ണമാണ് ദ ബിഗ് 5 എന്ന് വിളിക്കുന്ന പേഴ്സണാലിറ്റി ട്രേറ്റുകൾ. അപ്പോൾ രണ്ട് മനുഷ്യരെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റികൾ ഡിഫറൻ്റ് ആണ് എന്ന് നമ്മൾ പറയുന്നത് ഈ 5 ക്രൈറ്റീരിയകൾ ഏതൊക്കെ അളവിലാണ് അവർക്കുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി അറിയേണ്ട ഒരു കാര്യം, ഇത് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ എൻ്റെ ക്യാരക്ടറിൽ, എൻ്റെ പേഴ്സണാലിറ്റിയിൽ ഈ 5 ഘടകങ്ങളും ഏതൊക്കെ അളവിലുണ്ട് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് എന്ത് ചേർന്നാണ്. പഠനങ്ങൾ പറയുന്നത് അതിൽ നല്ലൊരു പങ്ക് ജെനറ്റിക്സിനാണ്, അതായത് എൻ്റെ ജനിതകത്തിനാണ് അതിനകത്ത് റോളുള്ളത്. പറയുന്നത് 40 മുതൽ 60% വരെയും ഈ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് തീരുമാനിക്കുന്നതിനകത്ത് ജെനറ്റിക്സിന് ഒരു സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐഡൻറ്റിക്കൽ ട്വിൻസായിട്ട് ജനിച്ച ആളുകൾക്ക് ഈ ഒരേ ട്രേറ്റ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നതിനേക്കാൾ സാമ്യം പലപ്പോഴും ഇപ്പോൾ പരിചയത്തിലൊക്കെ ഉള്ള ഐഡൻറ്റിക്കൽ ട്വിൻസിനെ എടുത്തു കഴിഞ്ഞാൽ അവർ ഒരേ തരം മണ്ടത്തരം കാണിക്കുന്നത് ചിലപ്പോൾ കാണാം, അല്ലെങ്കിൽ അവർ ഒരേ തരം തമാശകൾ പറയുന്നത് പരസ്പരം ആലോചിച്ചിട്ടല്ലാതെ. അത്രയധികം സാമ്യം പലപ്പോഴും ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അവരുടെ സ്വഭാവത്തിലുണ്ടായിരിക്കും. എന്നാൽ ജനിതകം മാത്രമല്ല എന്നുള്ളതും പറയണം. നേരത്തെ പറഞ്ഞ പോലെ 40 മുതൽ 60% വരെയൊക്കെയാണ് ജെനറ്റിക്സിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ളത്. അപ്പോൾ ബാക്കി ഘടകങ്ങൾ എന്തൊക്കെയാണ്? ബാക്കി 2 രീതിയിൽ വരാം. ഒരാളുടെ പേഴ്സണാലിറ്റി ഡിസൈഡ് ചെയ്യുന്നതിൽ അയാളുടെ എൻവയറമെൻ്റൽ ഫാക്ടേഴ്സ് അതിന് പ്രാധാന്യമുണ്ട്. അതായത് അയാൾ വളർന്നു വന്ന രീതി, ഏത് സംസ്കാരത്തിലാണ് വളർന്നു വന്നത്, ഏത് തരം ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലാണ് വളർന്നു വരുന്നത്. ഇപ്പോൾ അയാൾ ജനിച്ച് വളർന്ന ഫാമിലിയിൽ സ്ഥിരം ആളുകൾ തമ്മിൽ ഇമോഷണൽ പ്രശ്നങ്ങളുള്ളതാണോ, വഴക്ക് ഉണ്ടാകുന്ന സ്ഥലങ്ങളാണോ, അത് അയാൾ വളർന്ന സംസ്കാരം എങ്ങനെയാണ്, അയാളുടെ നാട്, അതിൻ്റെ സാമ്പത്തികാവസ്ഥ എങ്ങനെയാണ്, അയാൾ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് വളർന്നു വന്നത്. ഈ ഒരു എൻവയറമെൻ്റൽ ഫാക്ടേഴ്സിനും ഈ ഒരാളുടെ വളർന്നു വരുന്ന ഒരു വ്യക്തിയുടെ ഈ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിനെ സ്വാധീനിക്കാൻ സാധിക്കും. ഇനി മൂന്നാമതൊരു ഘടകം നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നത് നമ്മുടെ ലൈഫ് ഈവൻറ്റുകളാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നിർണായകമായിട്ടുള്ള സംഭവങ്ങൾ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രോമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ, വലിയൊരു ആക്സിഡൻറ്റിൽ പെടുന്നതോ, എന്തെങ്കിലും ഒരു ബാല്യകാലത്ത് വളരെയധികം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുന്നതോ ഒക്കെ, വളരെ നമ്മളെ ഇമോഷണലി വല്ലാതെ ബാധിക്കുന്ന സംഭവങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത് ലൈഫ് ഈവൻറ്റുകൾ. അങ്ങനത്തെ ലൈഫ് ഈവൻറ്റുകൾ നമ്മളെ പേഴ്സണാലിറ്റി ബാധിച്ചേക്കാം. ഇപ്പോൾ ചില വ്യക്തികൾ ഈ മരണത്തെ മുഖാമുഖം കണ്ടു എന്നൊക്കെ പറയുന്ന രീതിയിൽ എക്സ്ട്രീമായിട്ടുള്ള അനുഭവങ്ങളിൽ പോയ ശേഷം തിരിച്ചു വരുമ്പോൾ ചില മനുഷ്യർ ഈ പറഞ്ഞാൽ അവരുടെ പല ആറ്റിറ്റ്യൂഡുകൾ മാറുന്നത് കാണാൻ പറ്റും. പിന്നെ ഇത് പ്രായത്തിനനുസരിച്ച് ഇത് മാറും എന്നുള്ള കാര്യവും പഠനങ്ങൾ സൂചിപ്പിക്കും. ഉദാഹരണത്തിന് ഓപ്പൺനെസ് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രെയ്റ്റ് പൊതുവെ പ്രായം കൂടുമ്പോൾ കുറയുന്നതായിട്ടാണ് പറയുന്നത്. അതേസമയം എഗ്രിയബിൾനെസ് എന്ന് പറയുന്നത്
പ്രായം കൂടുമ്പോൾ കൂടുന്നതായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് പൊതുവിൽ അമ്പിനും വില്ലിനും അടുക്കാത്തതെന്ന് കരുതിയിരുന്ന ആളുകൾ കുറച്ചുകൂടെ പ്രായം വരുമ്പോൾ അവരൊന്ന് മയപ്പെടുന്നതായിട്ട് നമ്മൾ പലരും ശ്രദ്ധിക്കാറുണ്ട്. അതായത് അവർ എഗ്രിയബിൾനെസ് കൂടുന്നു, അവർ കുറച്ചുകൂടി ഓപ്പോസിറ്റ് കാര്യങ്ങളെ കൂടി അവർ അക്കോമഡേറ്റ് ചെയ്യാൻ പഠിക്കുന്നു. അതേസമയം ഓപ്പൺനെസ്, ചെറുപ്പത്തിൽ ഭയങ്കര അഡ്വഞ്ചറസ് ഒക്കെ ആയിരുന്ന ആൾക്കാർ കുറച്ചൊരു പ്രായം കഴിയുമ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ അവരുടെ ലൈഫ് എക്സ്പീരിയൻസിൻ്റെയൊക്കെ പ്രത്യേകത ഉണ്ടാകാം, അവർ പതിയെ ഈ ഓപ്പൺനെസ് അവർക്ക് കുറഞ്ഞു വരുന്നു. പിന്നെ അവർ കൂടുതൽ പേടി ചെയ്യാൻ തുടങ്ങുന്നു, കൂടുതൽ കാര്യങ്ങളെ കോഷ്യസ് ആവാൻ തുടങ്ങുന്നു. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ കാണാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നതിൽ നമ്മുടെ ജനിതകത്തിന് വളരെ ശക്തമായ സ്വാധീനമുണ്ട്, നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾക്ക് സ്വാധീനമുണ്ട്, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള നിർണായകമായിട്ടുള്ള ലൈഫ് ചേഞ്ചിങ് ഈവൻറ്റുകൾക്കും സ്വാധീനമുണ്ട്. പൊതുവിൽ എപ്പോഴും ഈ നേച്ചർ ആൻഡ് നർച്ചർ ഇത് രണ്ടും ചേർന്നാണ് നമ്മളുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്നത് നമുക്ക് പറയാം. അപ്പോൾ അതുപോലെ തന്നെ ഈ രൂപപ്പെട്ട നമ്മുടെ വ്യക്തിത്വം, ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് മാറാമോ എന്ന് പലരും ചോദിക്കുന്നത്. എൻ്റെ വ്യക്തിത്വം ഇങ്ങനെയാണ്, എനിക്കത് മാറ്റണമെന്നുണ്ട്, മാറ്റാൻ പറ്റുമോ? അതോ എൻ്റെ വ്യക്തിത്വം ഇങ്ങനെയാണ്, പിന്നീട് മാറാമോ? ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വ്യക്തിത്വം മാറാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ പഠനങ്ങൾ പറയുന്നത് വ്യക്തിത്വത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാമെങ്കിലും ഫെയർലി അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. അതായത് നമ്മളായിട്ട് തന്നെ നിർത്തുന്ന കുറേ പ്രത്യേകതകളാണ് ഈ പറഞ്ഞ 5 ബിഗ് 5 ട്രേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മളായിട്ട് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് ഇത് ഏതാണ്ട് ത്രൂ ഔട്ട് ഇത് ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കുന്നത് കൊണ്ട് കൂടിയാണ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ഒരു വീഡിയോ സംസാരിച്ചതുപോലെ ആരാണ് ഞാൻ എന്ന് ചർച്ച ചെയ്ത വീഡിയോയിൽ ഒരു ലൈഫ് ചേഞ്ചിങ് ഈവൻറ്റോ അല്ലെങ്കിൽ ഒരു ബ്രെയിനിന് സംഭവിക്കുന്ന ഒരു ഇഞ്ചുറിയൊക്കെ തുടർന്ന് ഒരു മനുഷ്യൻ കംപ്ലീറ്റ്ലി വേറൊരാളായിട്ട് മാറുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ലിങ്ക് മുകളിൽ കൊടുക്കുന്നുണ്ട്, അത് കാണാവുന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അൺയൂഷ്വലായിട്ടുള്ള ബ്രെയിനിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ നമ്മുടെ വ്യക്തിത്വത്തിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകും. അപ്പോഴും അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ സാധ്യമാണ് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അത് അഡാപ്റ്റ് ചെയ്യുന്നതിലൂടെ മാറാം. ഇപ്പോൾ ഉദാഹരണത്തിന് വളരെയധികം ഇമോഷണലി ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നുപോയ ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വ്യക്തിത്വത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. അയാൾ കുറച്ചുകൂടി ഓപ്പണായി എന്ന് വരാം, അയാൾ പുതിയ എക്സ്പീരിയൻസിന് കുറച്ചുകൂടി സ്റ്റേബിളായി എന്ന് വരാം. അതായത് ചെറിയ കാര്യങ്ങൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഭയങ്കര വലിയൊരു ട്രോമയിലൂടെ കടന്നുപോയതിന് ശേഷം അയാൾ കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ട്രോമയെ സ്റ്റേബിളായിട്ട് നേരിടാനുള്ള ഒരു ശേഷി ആർജിച്ചെന്ന് വരാം. അതൊക്കെ നമ്മുടെ ജീവിതത്തോട് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഈ മറ്റൊരു തരം മാറ്റമുണ്ട്. അതായത് അത് നമ്മൾ മനഃപൂർവ്വം തീരുമാനിക്കുന്നു. നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ചില ഭാഗങ്ങൾ മാറ്റണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട്. ഇപ്പോൾ തെറപ്പി, കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്ന സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷനിലൂടെ നമുക്കത് സാധിക്കാൻ പറ്റും. കുറേയേറെ മാറ്റങ്ങൾ അങ്ങനെ വരുത്താൻ പറ്റും. അപ്പോൾ അതുമായിട്ട് ചേർന്ന് നമുക്ക് പറയേണ്ടത് പേഴ്സണാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട മാനസിക പ്രശ്നങ്ങൾ, പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ എന്ന് വിളിക്കുന്നത്. ഈ പറഞ്ഞ ഈ ഓപ്പൺനെസ്സും എഗ്രിയബിൾനെസ്സും ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെയൊക്കെ എക്സ്ട്രീം കേസുകളുണ്ട്. ചിലതൊക്കെ മറ്റുള്ളവരോട് ഇടപഴകുമ്പോഴോ സാമൂഹ്യ ജീവിതത്തിൽ ജീവിക്കുമ്പോഴോ ഒക്കെ നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പോകാം. ഉദാഹരണത്തിന് ന്യൂറോട്ടിസിസം എന്ന് പറയുന്ന ഒരു ട്രൈറ്റ് നമ്മൾ അവസാനം പറഞ്ഞു. ഈ ന്യൂറോട്ടിസിസം വല്ലാതെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ വല്ലാതെ ബാധിക്കും. ഇപ്പോൾ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ന്യൂറോട്ടിസിസത്തിൻ്റെ ഒരു കൂടിയ അവസ്ഥയാണ്. ആങ്സൈറ്റി ഉള്ളവർക്ക് ന്യൂറോട്ടിസിസം കൂടുതലാകുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് കാണുന്നത്. പക്ഷേ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ല. എന്നാൽ പേഴ്സണാലിറ്റി ഡിസോർഡറുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. അവിടെ എന്തൊക്കെയാണ് കൂടുതൽ? അവിടെ അങ്ങനെയുള്ളവർക്ക് പൊതുവെ ന്യൂറോട്ടിസിസം കൂടുതലായിരിക്കും, അവർ ഇമോഷണലി അൺസ്റ്റേബിൾ ആയിരിക്കും. അതേസമയം അവർക്ക് എഗ്രിയബിൾനെസ് വളരെ കുറവായിരിക്കും, അവർ മറ്റാരോടുമായിട്ടും യോജിക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കൺസെൻഷ്യസ്നെസ് വളരെ കൂടുതലായിരിക്കും, അവർ വളരെ റെഗുലർ ഓർഡർ ആയിരിക്കും ചിലപ്പോൾ സൂക്ഷിക്കുന്നത്. പക്ഷേ അവർ ഒരു സെൻസ് ഓഫ് ഗ്രാൻഡിയോസ് ഉള്ളതുകൊണ്ട് അവർ മറ്റാരുമായിട്ട് യോജിക്കില്ല. അത് അവരുടെ പേഴ്സണാലിറ്റിയിലുള്ളൊരു പ്രശ്നമാണ്. അതൊരു ഡിസോർഡറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. അവർക്ക് ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ കോൺസെൻഷ്യസ്നെസ് വളരെ കൂടുതലായിരിക്കും. അവർക്ക് ആ ഒരു സ്ട്രിക്റ്റ് ഷെഡ്യൂളിൽ നിന്ന് അല്പം പോലും അവർക്ക് മാറാൻ കഴിയില്ല. അതേസമയം അവർക്ക് ന്യൂറോട്ടിസിസവും കൂടുതലായിരിക്കും, അവർ പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആകും. ഈ രീതിയിൽ അങ്ങനെയുള്ള ആളുകളെ നേരിടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ പാരനോയിഡ് പ്രശ്നങ്ങളുണ്ട്, എല്ലാത്തിനെയും സംശയത്തോടു കൂടി കാണുന്ന ആളുകളുണ്ട്. ഇതെല്ലാം ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറുകളാണ്. ഇതിൽ ചിലതൊക്കെ നമുക്ക് തെറാപ്പിയിലൂടെ മാറ്റാൻ പറ്റുമെങ്കിലും ചിലതൊക്കെ പേഴ്സണാലിറ്റി ഡിസോർഡറായിട്ട് തന്നെ തുടരും. അപ്പോൾ ഈ പറഞ്ഞത് ഈ പേഴ്സണാലിറ്റിയിലെ ഈ ഫാക്ടേഴ്സ് എല്ലാം നമുക്ക് അനുകൂലമാകാം പ്രതികൂലമാകാം, അതിനനുസരിച്ച് അത് ഡിസോർഡറായിട്ട് പോലും മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ അവിടെ നമുക്ക് ഈ പേഴ്സണാലിറ്റിയിലെ മാറ്റങ്ങൾ മനഃപൂർവ്വം വരുത്താൻ വേണ്ടി ഒരുപക്ഷെ ഈ തെറാപ്പിയിലൂടെ ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഇതിനകത്തുള്ള ഏറ്റക്കുറച്ചിലുകൾക്ക് വേണ്ടിയുള്ള മനഃപൂർവ്വ ശ്രമമാണ്. അപ്പം മാറ്റാൻ പറ്റാത്തതല്ല, മാറാനുള്ള പൊട്ടൻഷ്യൽ ഈ ട്രേറ്റുകൾക്ക് അവിടെ കിടപ്പുണ്ട്. നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ പലപ്പോഴും നിങ്ങൾക്ക് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ ലഭ്യമാണ്. പ്രത്യേകിച്ച് ഈ ബിഗ് 5 മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പേഴ്സണാലിറ്റി ടെസ്റ്റുകളുണ്ട്. അവിടെ ചോദിക്കുന്നത് ഇത്തരം ചോദ്യങ്ങൾക്ക് യെസ് ഓർ നോ പറയലൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണം, ഞാൻ എപ്പോഴും പുതിയ ആശയങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള ആളാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഷെഡ്യൂൾ എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കും, ഞാൻ വളരെ പങ്ക്ച്വലാണ്,
അല്ലെങ്കിൽ മറ്റൊരു എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ റിവേഴ്സ് സൈഡ്, ഞാൻ വളരെ കെയർലെസ് ആണ് കാര്യങ്ങളിൽ, ഞാൻ മറ്റുള്ളവരോട് പെട്ടെന്ന് യോജിക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പെട്ടെന്ന് യോജിക്കാറില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ യെസ് ഓർ നോ പറയലായിരിക്കും ചിലപ്പോൾ ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പേഴ്സണാലിറ്റി അറിയാനുള്ള മാർഗ്ഗങ്ങളുണ്ട്, ടെസ്റ്റുകളുണ്ട്. പലതും പെയ്ഡോ ഫ്രീയോ ഒക്കെ ആകാം. പക്ഷേ അത് സയൻസ് ബേസ്ഡ് ആണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ അതിനെ വിശ്വസിക്കാവൂ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇത് നമ്മളുടെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ടോ? അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ അറിയുന്നത് കൊണ്ട് ഒരുപക്ഷെ ഗുണങ്ങളുണ്ടായേക്കാം. നിങ്ങളുടെ പഠിക്കുന്ന വിദ്യാർത്ഥിയോ നിങ്ങളുടെ ജോലി തേടുന്ന ആളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നമ്മൾക്ക് കൂടുതൽ യോജിച്ച മേഖല ഏതാണ് എന്ന് മനസ്സിലാക്കാൻ ഉള്ളൊരു വഴി കൂടി ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു സെയിൽസ് പേഴ്സൻ്റെ ജോലി നിങ്ങൾക്ക് ഒരുപക്ഷെ യോജിച്ചേക്കണം എന്നില്ല. അതായത് മറ്റുള്ളവരോട് പെട്ടെന്ന് കയറി സംസാരിക്കാനും അവരോട് വളരെ പെട്ടെന്ന് കോൺവെർസേഷൻ കൊണ്ടുപോയി അവരിൽ നിന്ന് ഈ കോൺവെർസേഷനിൽ നിന്ന് എനർജി കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ജോലി ചെയ്യാൻ പറ്റും. പൊതുവെ സോഷ്യൽ ബാറ്ററി എന്ന് പറയുന്ന വാക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട്. ഈ സോഷ്യൽ ബാറ്ററി എന്ന് പറയുന്നത്, എക്സ്ട്രോവേർട്ടുകൾ സോഷ്യൽ ബാറ്ററി ചാർജ് ചെയ്യുന്നത് മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചുകൊണ്ടാണ്. ഇൻട്രോവേർട്ടുകൾക്ക് സോഷ്യൽ ബാറ്ററി ചാർജ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ടാണ്. അവർ ഒരു വലിയ ഗ്രൂപ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കാം. നമ്മളുടെ എല്ലാം ലൈഫ് വളരെ മിക്സഡ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് ആളുകളായിട്ട് ഇടപെടേണ്ടി വരും, ചിലപ്പോൾ ഒരു ആൾക്കൂട്ടത്തെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഈ ആൾക്കൂട്ടത്തെ ഫേസ് ചെയ്യുമ്പോൾ എക്സ്ട്രോവേർട്ടുകൾക്ക് എനർജി കൂടുകയാണ് ചെയ്യുക. അവർ വളരെ പെട്ടെന്ന് കൂടുതൽ എനർജറ്റിക് ആയിട്ട് കാണപ്പെടും. ഇൻട്രോവേർട്ടുകൾ അവിടെ ക്ഷീണിക്കുക ചെയ്യുക. അതായത് അവർ ആൾക്കൂട്ടത്തിൽ നിന്നും അവരുടെ എനർജി ഇങ്ങനെ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ സോഷ്യൽ ബാറ്ററി ഡ്രെയിൻ ചെയ്തു പോയി പിന്നെ അവർക്ക് ഒറ്റയ്ക്ക് കുറച്ച് നേരം ഇരുന്നാൽ മാത്രമേ അത് ചാർജ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സെയിൽസ് പേഴ്സൺ എന്ന് പറഞ്ഞ ജോലിയിൽ നിങ്ങൾക്ക് ഇൻട്രോവേർട്ട് എന്ന രീതിയിൽ ശോഭിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പുതിയ ആളുകളെ കാണുമ്പോൾ തന്നെ നമ്മൾ സംസാരിക്കാതിരിക്കാനായിരിക്കും ശ്രമിക്കുക. നമ്മളുടെ സെയിൽസ് എന്ന് പറയുന്ന ജോലി നടക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്വഭാവം നമുക്ക് ചേർന്നതാവില്ല. അതേസമയം നമുക്ക് ഓപ്പൺനെസ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലും ശോഭിക്കാനുള്ള സാധ്യത കുറവാണ്. ഇനി നിങ്ങൾ വളരെയധികം കൺസെൻഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് വെച്ചോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഷെഡ്യൂൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് ജോലിയോ ഒക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നിങ്ങൾ ഇൻട്രോവേർട്ട് കൂടിയാണെന്നുണ്ടെങ്കിൽ ഒരിടത്തിരുന്ന് ചെയ്യാവുന്ന ജോലിയിൽ നിങ്ങൾ നന്നായിട്ട് തിളങ്ങാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കൺസെൻഷ്യസ് ആണ്, നിങ്ങൾക്ക് ഷെഡ്യൂൾ കീപ്പ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതേസമയം ഒറ്റയ്ക്കിരുന്ന് ജോലി ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ അതേസമയം നിങ്ങൾ കോൺസെൻഷ്യസ് അല്ല എന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ കീപ്പ് ചെയ്യേണ്ട, ടൈം കീപ്പ് ചെയ്യേണ്ട ജോലികൾ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നിങ്ങൾ ന്യൂറോട്ടിസിസം കൂടിയ ആളാണെന്നുണ്ടെങ്കിൽ പ്രഷർ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന, നിങ്ങളൊരു എയർ ട്രാഫിക് കൺട്രോളിലാണ് ജോലി എന്ന് വെച്ചോളൂ, അവിടെ വളരെ പ്രഷറുള്ള ജോലിയായിരിക്കും. നിങ്ങൾ ന്യൂറോട്ടിസം കൂടിയ ആളാണെന്നും നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ കഴിയില്ല. നിങ്ങളൊരു പൈലറ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ന്യൂറോട്ടിസം കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ കരിയർ ഫിറ്റ്നസ് നോക്കേണ്ടി വരുമ്പോൾ പൊതുവിൽ റിയാസെക് എന്ന് പറയുന്നൊരു മോഡൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട്. അതായത് RIASEC, റിയലിസ്റ്റിക്, ഇൻവെസ്റ്റിഗേറ്റീവ്, ആർട്ടിസ്റ്റിക്, സോഷ്യൽ, എൻ്റർപ്രൈസിങ് ആൻഡ് കൺവെൻഷണൽ. ഈ രീതിയിലനുസരിച്ചിട്ട് നമുക്ക് ഫിറ്റാവുന്ന ജോലികൾ ഏതൊക്കെയാണ്, ഏതൊക്കെ മേഖലകളാണ് എന്നൊക്കെ കുറേയൊക്കെ ലൂസായിട്ടെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മോഡൽ എന്ന രീതിയിലാണ് ഈ റിയാസെക് എന്ന് പറയുന്ന മോഡൽ പൊതുവെ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, പേഴ്സണാലിറ്റി എന്താണ്, എന്തൊക്കെ ചേർന്നാണ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ സ്വഭാവം തീരുമാനിക്കുന്നത്, നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ് എന്ന് തീരുമാനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അറിയുന്നത് കൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മളുടെ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ പെരുമാറ്റത്തിൽ പ്രകടമാകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ സംസാരിച്ചത്. ഇതിനു മുൻപ് മാനസികാരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ഇതേ ചാനലിൽ സംസാരിച്ചിട്ടുണ്ട്. അതുമായിട്ട് ചേർത്ത് വെക്കാവുന്ന ഒരു കാര്യമായിട്ട് ഇതിനെ കണക്കാക്കാം. അതിൻ്റെ ലിങ്കും ഈ വീഡിയോടൊപ്പം കൊടുക്കാം. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണുന്നവരെ ബൈ.